ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റിൻ്റെ ഒരു ഷോർട്ട് സമ്മറി, എക്സാം പോയിന്റിൽ നിന്നുകൊണ്ടുള്ള ഷോർട്ട് സമ്മറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ബരീദ് ഇലക്ട്രോണിക് എന്നാണ്, ഇമെയിൽ എന്നൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ മെസ്സേജുകളും ഇമെയിലുകളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സമ്മറി മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അവർ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് അതിലൊരു മുക്കാലമത്തുൽ ഫായിത്ത എന്ന് പറയുന്ന ഒരു ഡ്രാമ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, അതിൽ ഒന്നാമത്തെ രംഗത്തിൽ നറ ഫി സവായത്തിൽ ഫത്താത്തിന് ആ ഒരു സ്റ്റേജിൽ നാടകം നടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഭംഗിയുള്ള ഒരു പെൺകുട്ടി, അവളുടെ 16 വയസ്സാണ് അവളുടെ വയസ്സ്. അവൾ എന്ത് ചെയ്യുന്നു, ഒരു മഹത്വത്തിൽ കിത്താർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് എന്ത് ചെയ്യാണ്, ഒരു പോലീസുകാരൻ കടന്നു വരാണ്. പോലീസുകാരൻ ചോദിച്ചു, മൻ അൻതിയാഷ് ബിനത്ത് മോളെ നീ ആരാണ്? അപ്പോൾ അവൾ തല താഴ്ത്തി കരയാണ്. അപ്പോൾ പോലീസ് ചോദിച്ചു, ലിമ തബുക്കീന, നീ എന്തിനാണ് കരയുന്നത്? അയിന ബൈത്തുക്കി വോമൻ മഴക്ക്, നിൻ്റെ വീട് എവിടെയാണ്? നീ എൻ്റെ കൂടെ ആരാണുള്ളത്? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ബാക്കിയത്തൻ കരഞ്ഞോണ്ട് പറഞ്ഞു, വഹീദത്തൻ അന വഹീദ, ഞാൻ തനിച്ചാണ്, ലൈസ മഅഇ അഹദുൻ, എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ പോലീസുകാരൻ എന്ത് ചെയ്തു, മെല്ലെ പോയിട്ട് ഇങ്ങനെ കുട്ടി തനിച്ചിരിക്കുന്നുണ്ട്, ഇവിടുന്ന് കരയുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷന് അവിടുത്തെ ഓഫീസിലേക്ക് കൈമാറി. അങ്ങനെ ഷുർത്തി പോലീസുകാരൻ ചോദിക്കുന്നു, കൈഫ വസൽത്തി അഹുന, നീ ഇവിടേക്ക് എങ്ങനെയാണ് എത്തിയത്? വലിമ തജ്ലിസീൻ അഹുന, നീ എന്തിനവിടെ ഇരിക്കണത്? കുട്ടി പറഞ്ഞു, ലാ ആരിഫ് ഐനാറുഹു, എനിക്ക് എവിടേക്ക് പോകേണ്ടെന്ന് അറിയില്ല, അന വഹീദ, ഞാൻ തനിച്ചാണ്. ഷുർത്തി പറഞ്ഞു, അൽ അനാവൽ അഷാ, നീ ഫുഡ് കഴിച്ചോ? അപ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്, ആ പെൺകുട്ടി തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിച്ചു, ലാ ഹയ്യാ ബിന, നമുക്ക് എന്ത് ചെയ്യാൻ പോകാം, നെത്തനാവൽ അൽ അഷ, നമുക്ക് എന്ത് ചെയ്യാം, ഡിന്നർ കഴിക്കാം, അഷ എന്ന ഡിന്നർ. അങ്ങനെ പോലീസുകാരൻ ആ കുട്ടിയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു, നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഫത്താത്ത് ലെൻ അറൂഹിലെ മൻസിലി അല്ല, അങ്ങനെ ആ സമയത്ത് ഒരു വനിതാ പോലീസ് എന്ത് ചെയ്തു, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലീസ് ഈ കുട്ടിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പെൺകുട്ടി വനിതാ പോലീസിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്നുള്ളത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ലൻ അറൂഹ് ഇല മൻസിലി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല. ലാ അസ്തത്തിയോ, എനിക്ക് കഴിയില്ല. വലൻ അസ്തത്തിയോ, എനിക്കൊരിക്കലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. അത് പറഞ്ഞു ആ കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ഷുർത്തിയത്ത് വനിതാ പോലീസ് പറഞ്ഞു, മാദ ഹദസ, എന്താ സംഭവിച്ചു? തക്കല്ലമീൻ, നീ എന്നോട് പറയൂ. നെഹ്നി നുസായിദുക്ക്, ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യാം, സഹായിക്കാം. അപ്പം ഞങ്ങൾ സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്കൊരു ആശ്വാസം തോന്നി, മുഖത്ത് സന്തോഷമൊക്കെ വന്നു. അങ്ങനെ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അവളുടെ പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യാണ്. വസിക്തു ബിഹി ഫഹാൻ, ഞാൻ അവനെ വിശ്വസിച്ചു, അവനെന്നെ ചതിച്ചു. മാ ദനന്തു കദാലിക്, അവൻ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുൻതു തവക്കാഴ്ത്തു മിൻഹു, അത് ഞാൻ അതിൽ പെട്ടുപോയി. ലാക്കിൻ ഖദഅനി ദാലിക്കൽ ഖവ്വാൻ, ആ ചതിയൻ എന്നെ എന്ത് ചെയ്തു, ചതിച്ചു. ഖവ്വാൻ എന്ന ചതിയൻ, അവൻ എന്ത് ചെയ്തു, എന്നെ ചതിച്ചു. അപ്പോൾ ഷുർത്തിയത്ത് പോലീസുകാർ പറഞ്ഞു, അമ്മൻ തക്കല്ലമീന്, ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? ലാ അഫ് അമുഷൈക, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഫത്താത്ത് പെൺകുട്ടി പറഞ്ഞു, മുന്തു സിത്തത്ത് അഷ്ഉറിൻ, 6 മാസങ്ങൾക്ക് മുമ്പ് തഅറഫ്തു അലൈഹി, ഞാൻ അവനെ പരിചയപ്പെട്ടു. അബർ ജവ്വാൽ, മൊബൈൽ ഫോണിലൂടെ. തഖറവത്തു മിൻഹു, അവനോട് ഞാൻ അടുത്തു. വ അസഫ, എൻ്റെ നാശമേ, വഖഅതു ഫി ശർഖഹി ഫി തിൽക്കൽ ലഅലത്തു മൽഊന, ആ നശിച്ച സമയത്ത് ഞാൻ അവൻ്റെ ഷർക്കിൽ, ഇടക്കുന്ന കെണി, അവൻ്റെ ട്രാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, പെട്ടുപോയി. ഖദഅതനി, അവൻ എന്നെ ചതിച്ചു. തിൽക്കൽ മുക്കാലമത്തുൽ ഫായിത്ത, മിസ്കൽ ഫായിത്ത മിസ്ഡ് കോൾ, ഒരു മിസ് കോൾ എൻ്റെ ഫോണിലേക്ക് വന്ന് ഞാൻ തിരിച്ചു വിളിച്ചതാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, സംസാരിച്ച് എന്നെ ട്രാപ്പിൽ വീഴ്ത്തി, എന്നെ ചതിച്ചു. അപ്പോൾ ബാദഹ, അതിനുശേഷം ഇത്തസിലബി ഇതത്തെ മറത്തിൽ, പിന്നെ അതിനുശേഷം അവരെപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. ഇറാനി ബി കലിമാത്തി, അവൻ്റെ വാക്കുകൾ എന്ത് ചെയ്തു, എന്നെ വഞ്ചിച്ചു കളഞ്ഞു. അൽ ഹുൽവ, എത്ര മധുരമുള്ള വാക്കുകൾ അവൻ പറഞ്ഞത്. വനന്തു, ഞാൻ വിചാരിച്ചു പോയി. ഇന്നഹു സ്വാദിഖുൻ ഫി ഉബി, സത്യമായിട്ട് അവനിക്ക് എന്നോട് സ്നേഹമാണ്, ഞാൻ എന്ത് ചെയ്തു, വിശ്വസിച്ചു പോയി. ഷുർത്തിയ മാതാ ഹദസ ബഅദഹു, അതിനുശേഷം പിന്നെന്ത് സംഭവിച്ചത്? ഫത്താത്ത് പെൺകുട്ടി പറഞ്ഞു, തഖറബ മിന്നി, ഞാൻ അവനുമായിട്ട് അടുത്തു. ഹത്ത ഐക്കൻതു, ഞാൻ വിശ്വസിച്ചു. അന്നഹു ലാ ഹയാത ലീ ബിസിവാഹു, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവരെ ഞാൻ വിശ്വസിച്ചു പോയി. ഫഖറത്തു, അങ്ങനെ ഞാൻ പുറത്തു വന്നു. മിൻ മൻസിലി, വീട്ടിൽ നിന്ന്. അവൻ്റെ കൂടെ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വന്നു. നസീത്തു കുല്ല മിൻ അബി വ ഉമ്മി, എൻ്റെ ഉപ്പാനും ഉമ്മാനൊക്കെ ഞാൻ മറന്നു. ഖദഅനി കൗലഹു, അവൻ്റെ വാക്ക് എന്നെ ചതിച്ചു. തആലിയ ഹബീബത്തി, എൻ്റെ പ്രിയപ്പെട്ടവളെ നീ വരൂ എന്ന അവൻ്റെ വാക്ക് എന്നെ ചതിച്ചു. വ അസഫ, എൻ്റെ നാശമേ, ലമ്മാ വസൽത്ത് ഹുന, ഇവിടെ എത്തിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അദറക്തു, ഞാൻ മനസ്സിലാക്കി. അന്നഹു ഖാദിഉൻ, അതൊക്കെ അവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് എനിക്കിനി വീട്ടിൽ പോകാനും കഴിയില്ല. ഷുർത്തിയത്ത് പറഞ്ഞു, വനിതാ പോലീസ് പറഞ്ഞു, ഹയ്യ യാ ഇബ്നത്തി,
മോളെ നീ അത് കാര്യമാക്കണ്ട, നെറൂഹു ഇല മർക്കസ് ഷോത്തി, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, നീ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ അടുത്ത രംഗത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടെ നിന്നുണ്ടായിരുന്നു ഒരു മുസ്തഷാറ, ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. കൗൺസിലർ ഉദ്ദേശിക്കുന്നത് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ. അഖില യാ ഇബിനത്തി, മോളെ വരൂ, ഇസ്തരി ഇരിക്കൂ, അയിന അബൂക്ക്, നിൻ്റെ ഉപ്പ എവിടെയാണ്? പെൺകുട്ടി പറഞ്ഞു ഹുവ ഫിൽ ഖലീജ്, ഉപ്പ ഗൾഫിലാണ്, വിദേശത്താണ്. ഹുവ റജുലു അമാൽ ഫി ഷാരിക്ക, ഷാർജയിൽ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. മുസ്തഷാറ പറഞ്ഞു മാതാ കാനത്ത് നതീയത്ത് ഇംതിഹാനിക്ക, നിൻ്റെ പരീക്ഷയിൽ മാർക്കൊക്കെ എത്രയാണ്? പത്താത്ത് പറഞ്ഞു മുംതാസ്, ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പം മോശമാണ്. മുസ്തഷാറ കൗൺസിലർ പറഞ്ഞു ഹബ്ബിനി അലൈക്ക, നീ ഒന്ന് കൂളാവും, ലാ ബഹസ്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, മാതാ ഹദസ, എന്തൊക്കെ സംഭവിച്ചു ഒന്ന് പറഞ്ഞു തരും. അങ്ങനെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞു യാ ഇബിനത്തി, മോളെ, ഹയാത്തുന നഫീസു, നമ്മുടെ ജീവിതം വളരെ വാല്യുബിളാണ്. സഅദത്തുഹ ഷക്കാവത്തു, അതിൽ നിർഭാഗ്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അല്ല ഐദിനെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ. ഫലാ സആദത്തലന ഇല്ലാ ബിരുദൽ വായ, മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് നമുക്ക് സന്തോഷം ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. കൈഫ, അപ്പോൾ അത് കേട്ടപ്പോഴേക്ക് ഇവൾക്ക് സങ്കടമായി. ആ പെൺകുട്ടി പറഞ്ഞു കൈഫാന ഉവാജു വാലിദയ്യ, ഞാൻ എൻ്റെ ഉമ്മാനും ഉപ്പാൻ എങ്ങനെ ഫേസ് ചെയ്യും? വക്കത് ജലബത്ത് ഹിസിയ ഇലഹിമ, അവർക്ക് ഞാൻ ഒക്കെ അപമാനം ഉണ്ടാക്കി വെച്ചില്ലേ, ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ട് അപമാനം ഉണ്ടായില്ലേ. അപ്പോൾ മുസ്തഷാർ കൗൺസിലർ പറഞ്ഞു ലാ ബൗസ് ബി, ഇനി അതിൽ വിഷമിക്കൊന്നും വേണ്ട. ബൽ അഹ്ലുക്ക, നിൻ്റെ കുടുംബക്കാരെ വിവരമൊക്കെ അറിഞ്ഞിട്ട് യഫ്രഹൂന ബിർജോഴിക്ക, നീ തിരിച്ചു വരുന്നതിൽ അവർ സന്തോഷിച്ചിട്ടുണ്ട്. നിന്നെ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു, തിരിച്ചു കിട്ടി, നീ വീട്ടിലേക്ക് തന്നെ വരുന്നറിഞ്ഞ് സന്തോഷിക്കുകയാണ് നിൻ്റെ വീട്ടുകാർ. സയ്യിദത്തുൻ ഹക്കൻ, നീ അതിൽ വളരെ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടുകാരെ കിട്ടിയതിൽ നീ ഭാഗ്യവതിയാണ്. അങ്ങനെ പെൺകുട്ടി പറഞ്ഞു ഇതാ മാതാ സ അഫ് അലു യാ സയ്യിദ്, അങ്ങനെയെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ലാ അതിരി, എനിക്കറിയില്ല, ലാ അതിരി ഷെയ്യൻ, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ മുസ്തഷാർ കൗൺസിലർ പറഞ്ഞു മുസല്ലിയത്തെ സമാധാനിപ്പിച്ചു, ലാ തബക്കി, മോളെ നീ കരയണ്ട, നെഹ്നു മാക്കിയ ഇബ്നത്തി, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും. അല്ല ഹയാത്ത് കുല്ലുഹാം ബലായ, ജീവിതം എപ്പോഴും ഒരു പരീക്ഷണമാണ്. നെത്തജന്നബു അലാക്കാത്തിൽ ഒയറഷാറയ്യ, നമുക്ക് അനുവദനീയമല്ലാത്ത ബന്ധങ്ങളിൽ നമ്മൾ നീളം മാറി നിൽക്കണം. കൈഫ നൻസ ഉമ്മുന ഹലാനുൻ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റുക? അപ്പോൾ വാലിദിന അൽ അസീസ്, പ്രിയപ്പെട്ട ഉപ്പാനെ നമ്മളെങ്ങനെ മറക്കും? സൊഹി, പെൺകുട്ടി പറഞ്ഞു സൊഹി, ശരിയാണ്. അൽ ഹീന, ഇപ്പോൾ അദ്രക്തു അഖ്തായി, എൻ്റെ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെട്ടു. തൗവൻ അരീനി ഉമ്മി അൽ അസീസ്, എനിക്ക് ഇപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഉമ്മാനെ കാണണം. അപ്പോൾ കൗൺസിലർ പറഞ്ഞു സൊബറൻ, നീ ക്ഷമിക്കൂ ഇബ്നത്തി, ഇത്തസ്സൽന ബി അഹ്ലിക സയസ്ലുൻ, നിൻ്റെ വീട്ടുകാരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അവരിപ്പോൾ എത്തും. അങ്ങനെ വീട്ടുകാരൊക്കെ വന്നു. ഇവൾ എന്ത് ചെയ്തു, പിന്നെ ഉമ്മയെ കണ്ടുകൊണ്ടെന്ന് ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പത്താത് പറഞ്ഞു ഉമ്മ അൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അഖ്തത്തു യാ ഉമ്മ, എനിക്ക് തെറ്റുപറ്റി, സാമിഹീനി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഉമ്മ അവളെ സമാധാനിപ്പിച്ചു. പിന്നെ അവൾ എന്ത് ചെയ്തു, പിന്നെ നേരെ അവളുടെ അമ്മാവന്, ഉമ്മയുടെ ആങ്ങളുണ്ടായിരുന്നു, സാമിഹിനി യാ ഖാലി, അമ്മാവ നിങ്ങളും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ തെളുമിൽ ഫത്താത്ത്, ഉമ്മ മകളെ കെട്ടിപ്പിടിച്ചു. അലിക്ക് ഇതായി അല്ലേ, നിനക്ക് എന്ത് പറ്റി, നിനക്കൊന്നും സംഭവിച്ചില്ല, നീ ഒഴിവാക്കും, നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാമെന്ന് പറഞ്ഞു. ഉമ്മ മോള് എന്ത് ചെയ്തു, സ്വീകരിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മുസ്തഷാർ പറഞ്ഞു അൽഹംദുലില്ലാ അല്ലാ കുല്ലി ഹാൽ അന ഫിബാൽ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായെന്ന് കൗൺസിലർ പറഞ്ഞു. ഉമ്മ പറഞ്ഞു ശുക്രൻ ജസീല, വളരെ നന്ദി. അല്ലാസും ഇബിനത്തി മുസീബത്തൻ കുബ്ര, വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ മകളെ രക്ഷിച്ചത്. കൗൺസിലർ പറഞ്ഞു അഫ്വൻ അതാബി തൗഫീഖുള്ള, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഈ കഥൻ്റെ സമ്മറി നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ പിന്നെ 4ാമത്തെ യൂണിറ്റിൽ നമുക്കുള്ളത്. ഓക്കെ. ഇനി നമുക്കിതിലൊക്കെ വർക്കുകളാണ് വരുന്നത്. പിന്നെ ഇതും നമുക്ക് പ്രോഗ്രാം നോട്ടീസും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വർക്കുകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സമ്മറി മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ.